നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അപകടം നടന്നാൽ ഇൻഷുറൻസിൽ നിന്ന് ആക്സിഡന്റ് ക്ലെയിം എങ്ങനെ കിട്ടും, എത്ര സമയത്തിനുള്ളിൽ പണം ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. അപകടം നടന്നാൽ ആദ്യം ചെയ്യേണ്ടത് ജീവൻ രക്ഷിക്കുക. അതിനുശേഷം നിയമപരമായ നടപടികൾ ശരിയായി പാലിക്കുക. അപകടം നടന്ന ഉടൻ 108 അല്ലെങ്കിൽ 0.112 വിളിച്ച് ആംബുലൻസും പോലീസിനെയും വിവരം അറിയിക്കണം. വാഹന ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അപകടം നടന്ന 24 മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കണം. ഇത് വൈകിച്ചാൽ ക്ലെയിം നിഷേധിക്കപ്പെടാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ആക്സിഡന്റ് ക്ലെയിം എന്തെല്ലാം തരത്തിലുണ്ട് എന്ന് നോക്കാം. ഒന്നാമത് വാഹന നഷ്ടപരിഹാര ക്ലെയിം, രണ്ടാമത് വ്യക്തിഗത അപകട ഇൻഷുറൻസ്, മൂന്നാമത് മരണ നഷ്ടപരിഹാരം, ഗാരേജ് ബിൽ, സർവേ റിപ്പോർട്ട്, RC ബുക്ക് പകർപ്പ്, ഇൻഷുറൻസ് നയം, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിനായി പകർത്തുക എന്നിവ സമർപ്പിക്കണം. എല്ലാം ശരിയായാൽ ക്യാഷ്ലെസ് റിപ്പയർ അല്ലെങ്കിൽ തിരിച്ചടവ് ലഭിക്കും. സാധാരണയായി വാഹന ക്ലെയിം 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യും. ഇനി വ്യക്തിഗത അപകട ഇൻഷുറൻസ്. അപകടത്തിൽ പരിക്കേറ്റാൽ ആശുപത്രി ബില്ലുകൾ, ഡിസ്ചാർജ് സംഗ്രഹം, മെഡിക്കൽ റിപ്പോർട്ടുകൾ, പോലീസ് റിപ്പോർട്ട്, ഇൻഷുറൻസ് നയം എന്നിവ സമർപ്പിക്കണം. മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണം സർട്ടിഫിക്കറ്റ്, ഇതിനായി നയം രേഖ, നോമിനി ID പ്രൂഫ്, ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ ആവശ്യമാണ്. എല്ലാ രേഖകളും ശരിയായ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അംഗീകരിക്കും. സാധാരണയായി ആക്സിഡന്റ് മരണ ക്ലെയിം 30 മുതൽ 90 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കും. ക്ലെയിം വൈകിയാൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമ്പർക്കിക്കാം, അല്ലെങ്കിൽ IRDAI-ൽ പരാതി നൽകാം. ഒരുപാട് പേർ ക്ലെയിം നഷ്ടപ്പെടുന്നത് രേഖകൾ ശരിയായി നൽകാത്തതുകൊണ്ടാണ്. അതിനാൽ അപകടം നടന്നാൽ ഒരൊറ്റ രേഖയും അവഗണിക്കരുത്. ഇൻഷുറൻസ് ഒരു ഉപകാരമല്ല, അത് നിങ്ങളുടെ നിയമപരമായ അവകാശമാണ്. ശരിയായ വിവരം അറിയുന്നവൻ മാത്രമേ പൂർണ്ണ നഷ്ടപരിഹാരം ലഭിക്കൂ. ഇത്തരം നിയമ സാമ്പത്തിക ബോധവൽക്കരണ വിവരങ്ങൾ തുടർച്ചയായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ്. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.